അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോഡേഴ്സ് ഇൻ റിയാക്ട് റൗട്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ഒരു പർട്ടിക്കുലർ റൗട്ടർ ലോഡ് ചെയ്യുന്നതിന് മുമ്പ് അതിനകത്തേക്കുള്ള കണ്ടന്റിനെ നമ്മൾ ഡി ബി നിന്നോ അതല്ലെങ്കിൽ ആക്സിയോസ് വഴിയോ ഫെച്ച് ചെയ്തെടുത്ത് അത് നമ്മൾ ആ പർട്ടിക്കുലർ കമ്പോണന്റ് അവൈലബിൾ ആക്കുന്നതിനാണ് ലോഡർ എന്ന് പറയുന്നത്. ഇതിന് വളരെ സിമിലർ ആയിട്ടൊരു കൺസെപ്റ്റ് ആംഗുലറിലുണ്ട്, റിസോൾവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആംഗുലറിൽ നിന്നാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ റിസോൾവേഴ്സ് എന്താണെന്ന് ഓർത്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഇസ് ലോഡർ എന്നുള്ളത്. അപ്പം ഇതിനകത്ത് ലോഡേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് വെച്ചിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ചെയ്യാൻ പോവാണ് ഞാനിപ്പം. അപ്പം ഇതിനകത്ത് നമുക്ക് മൂവീസ് ആണല്ലോ ലോഡർ വേണ്ടത്. movies.jsx എടുത്തു. ഇതിനകത്ത് export constant movies loader equals ഞാനൊരു റിട്ടേൺ ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പോൾ തള്ള ഒറ്റയടിക്ക് ഞാൻ ആക്സിയോസ് എന്ന് വെച്ച് ഡേറ്റ എടുക്കാമെന്നുള്ള റിട്ടേൺ ടെസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് മൂവീസ് ലോഡർ എടുത്ത് നമ്മുടെ index.jsലേക്ക് പോകുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ലോഡർ എന്ന് പറയുന്നത് മൂവീസ് ലോഡർ ആക്കി കൊടുത്തു. നമുക്കിവിടെ എന്തായാലും നമ്മൾ കമ്പാലേഷൻ എറേഴ്സ് ഒന്നും വന്നില്ല. അപ്പം ഇതുവരെ കറക്റ്റാണ്. ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഈ മൂവീസ് ലോഡർ വഴി എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ടെസ്റ്റ് എന്ന് പറയുന്നത് ലോഡർ ഇതാണ്. ഈ പാത്ത് വിളിക്കുന്നതിന് മുമ്പ് മൂവീസ് ലോഡർ വിളിക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനിയുള്ളത് movies.jsx ഞാൻ പിന്നെയും തുറന്നു. ഇതിനകത്തുനിന്ന് എനിക്ക് ടെസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ എങ്ങനെ എടുക്കണ്ടേ, അതെങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് അതിന് യൂസ് ലോഡർ ഡേറ്റ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതാ ഇവിടെ ഒന്നും ഫെച്ചൊക്കെ വിളിച്ചു, അത് കഴിഞ്ഞിട്ട് പാരംസിനെ നമുക്ക് വിളിക്കാം, അതൊക്കെ നമ്മൾ നോക്കുന്നതായിരിക്കും. ഇവിടെ പോയി യൂസ് ലോഡർ ഡേറ്റ, ഇതാ ഇവിടെ വരുന്നുണ്ട്. യൂസ് ലോഡർ ഡേറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഡേറ്റനെ റിട്രീവ് ചെയ്യുന്നത്. ഞാനത് ഇവിടെ വന്നിട്ട് എഴുതാൻ പോവാണ്. കോൺസ്റ്റന്റ് ഡേറ്റ ഈക്വൽ യൂസ് ലോഡർ ഡേറ്റ. യൂസ് ലോഡർ ഡേറ്റ അതിൻ്റെ console.logനകത്ത് ഡേറ്റ എന്ന് പറഞ്ഞു കൊടുത്തു. നമുക്കതിന് ശേഷം ഇവിടെ വന്നിട്ട് മൂവീസിലേക്ക് കൊടുത്തു നോക്കാം. മൂവീസിനകത്ത് വരുമ്പോഴെല്ലാം ടെസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ നമുക്ക് കിട്ടുന്നുണ്ട്, ദാറ്റ് ഇസ് ലോഡേഴ്സ്. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയോസ് വഴി ഡേറ്റ എടുക്കുന്ന ഒരു ഡേറ്റാസ് എടുക്കുകയും അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്ന സ്റ്റെപ്പാണ് അടുത്തത്. അത് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം.